ജോസി. ഞങ്ങൾ ദുബായിലാണ് താമസിക്കുന്നത്. കൊല്ലത്തുനിന്ന് വരുന്നു. ഹസ്ബൻഡ്, കുഞ്ഞ്. കുഞ്ഞിൻ്റെ കാര്യമാണ് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്. ഞങ്ങൾ 4 വർഷം വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം ആയായിരുന്നു. കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു. ആദ്യത്തെ ഒരു അബോർഷനായി. അത് കഴിഞ്ഞപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. കുറേ ടെസ്റ്റുകൾ ചെയ്തായിരുന്നു. ആ ടെസ്റ്റുകളിലെല്ലാം നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്ന ചാൻസ് വളരെ കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ച ഉടമ്പടിയിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മെയ് 22-നാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മൾ ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കാമെന്നുള്ള ദൈവത്തിനൊരു വാക്ക് കൊടുത്തു. ആദ്യത്തെ അബോർഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ പിന്നെ ഡോക്ടറിനെ കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് കുഞ്ഞുങ്ങളുണ്ടാവട്ടെ എന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പം ഒരു ഉടമ്പടി ധ്യാനത്തിൽ ഹസ്ബൻഡ് കുഞ്ഞ് കരയുന്ന ഒരു ശബ്ദം കേട്ടു. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പോസിറ്റീവായി. പിന്നെ അത് ആദ്യം തന്നെ ചെറിയ ബ്ലീഡിങ് പോലെ ഉണ്ടായിരുന്നു. അപ്പം ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞത് ഉള്ളിലൊരു പോളിപ്പ് വളരുന്നുണ്ടെന്നാണ്. പിന്നെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണെന്ന് അറിഞ്ഞ അന്ന് മുതൽ 9 മാസവും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഡോക്ടർ പറഞ്ഞ ബ്ലീഡിങ്ങിൻ്റെ കാരണം ഒരു പോളിപ്പ് ഉള്ളിലുണ്ടെന്ന്. അങ്ങനെ പോളിപ്പ് ഡോക്ടർ റിമൂവ് ചെയ്ത് കളഞ്ഞു. കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പൂർണ്ണ വളർച്ചയിൽ കുഞ്ഞിന് നോർമൽ ഡെലിവറി ആയിരുന്നു. ഡെലിവറിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ദൈവകൃപയാൽ കുഞ്ഞിനും എനിക്കും കുഴപ്പമൊന്നും ഇല്ലാതെ ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചു. പിന്നെ ഉടമ്പടിയിലൂടെയാണ് കുഞ്ഞിനെ കിട്ടിയെന്നുള്ള അടയാളം എന്ന് പറയുന്നത്, കുഞ്ഞുണ്ടായിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടത് പരിശുദ്ധാത്മാവ് തീയായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഒരടയാളം ആണ്. കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരടയാളമുണ്ട്, ഒരു വെള്ളപ്പാട്. അത് ഉടമ്പടിയിലൂടാണെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് പീരീഡ്സ് വരുമ്പോൾ അതികഠിനമായ വേദനയായിരുന്നു. അങ്ങനെ ഒരു പീരീഡിൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ 2 കൈകളും ഫുള്ള് വയറ് കവർ ചെയ്യുന്ന രീതിയിൽ പൊതിഞ്ഞു പിടിച്ച് ഞാൻ ചെറുതായിട്ട് മയങ്ങിയ സമയത്ത് 2 കൈയും പൂർണ്ണമായും പൊതിഞ്ഞു പിടിച്ചതുപോലെ മാതാവിൻ്റെ കൈ പൊതിഞ്ഞു പിടിച്ച അനുഭവം എനിക്കുണ്ടായി. പിന്നെ വഴിയില്ലാതിരുന്ന ഞങ്ങളുടെ വീട്ടിൽ വഴി കിട്ടിയത് മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പിട്ട് അങ്ങനെയാണ് വഴി കിട്ടിയത്. പിന്നെ എൻ്റെ 1 വർഷമായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിൻ പൂർണ്ണമായി മാറിയത് മാതാവിൻ്റെ തൈലം തേച്ചിട്ടാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ അലർജി, ചെറുപ്പകാലം മുതലേ ഉള്ള അലർജി മാറിയത് മാതാവിൻ്റെ ഉടമ്പടി വസ്തുവായ നേർച്ച വസ്തു തൈലം തേച്ചിട്ട് അത് പൂർണ്ണമായി മാറി. ഇത്രയും സാക്ഷ്യം പറയാൻ എനിക്ക് മാതാവ് തന്ന സാഹചര്യത്തെ ഓർത്ത് ഞാൻ കോടാനുകോടി നന്ദി അറിയിക്കുന്നു.